ഞാനില്ലാതെ എങ്ങനെ ജീവിക്കണം? എങ്ങനെ ജീവിക്കും? പറ്റൂല. ആശ ചേച്ചിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? ഈ 25 വർഷമായിട്ട് അങ്ങനെ ഞാനൊരു സംഗതി ആലോചിച്ചിട്ടില്ല. ഇതൊന്നും ഒരു ചിന്തിച്ചിട്ടില്ല. അത് സത്യമാണ്. ഷൈജു ഏറ്റവും കൂടുതൽ എന്നിൽ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അമ്മേനായിരിക്കും, അല്ലെങ്കിൽ ഒരു സഹോദരീനായിരിക്കാം, കൂട്ടുകാരീനായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഷൈജു എന്നിലെ ഭാര്യനെ തിരയുന്നത്. എനിക്കറിയാം ഞാൻ അനുഭവിച്ചതും അദ്ദേഹത്തിന് കിട്ടാതെ പോയതുമായ ഒരു ബാല്യമുണ്ട്. നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഡിവോഴ്സ് ചെയ്യണമെന്നും നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എപ്പോഴും പറയും. അല്ല, അറിയാം, ആ കുട്ടികളോടും പറയാറുണ്ട്. അവർക്കറിയാം എന്റെ ശബ്ദം ഒന്ന് മാറിയാൽ ഉടനെ ചോദിക്കും ആശയും പപ്പയും വഴക്കിട്ടോ. അങ്ങനെ വീട്ടില് ഞാൻ അടച്ചാലേ കറണ്ട് ബില്ല് ശരിയാവുള്ളൂ, ഞാൻ ഓഫ് ചെയ്താലേ സ്വിച്ച് ഓഫ് ആവുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്ന ഒരു ഫാമിലി ഈ 2025-ലും ഒരുപക്ഷെ ഷൈജുവിന്റെയും ആശയുടെയും ഫാമിലി ആകാം. ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞിട്ടില്ല. സത്യമാണ്. ഈ 25 വർഷവും പറഞ്ഞിട്ടില്ല, അതിനു മുമ്പും പറഞ്ഞിട്ടില്ല. 0.1% പോലും റൊമാൻസ് ഇല്ലാത്ത ഒരു നല്ല ഫാമിലിയാണ് ഞങ്ങളുടെ എന്ന് പറയും. ഞാൻ പറയാം 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് 50 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പൊ എന്നെ ഇങ്ങനെ കുറച്ച് സമയം കണ്ടെത്തി കെയർ ചെയ്യാൻ തീർച്ചയായിട്ടും ഏതാണ്ട് 2-2.5 ദശാബ്ദത്തെ ഏകാധിപത്യത്തിനൊടുവിൽ പല സാമ്രാജ്യങ്ങളും അടിയറ വെച്ച കാഴ്ച നമ്മൾ കണ്ടു. പല സാമ്രാജ്യങ്ങളും നിലംപൊത്തിയത് കണ്ടു. അതുകൊണ്ട് ഒരു മുല്ലപ്പൂ വിപ്ലവത്തിനെ എങ്ങനെ തടഞ്ഞു നിർത്താമെന്നുള്ളത്, അപ്പൊ അതിനുവേണ്ടി സ്നേഹത്തിന്റെ ഭാഷയാണെങ്കിൽ ഇനി പ്രണയത്തിന്റെ ഭാഷയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സംസാരത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഈ പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എന്നെ എത്തിക്കുകയും അത് ഞാൻ 2026 മുതൽ എന്നെ കൊണ്ടാവുന്ന പോലെ പരമാവധി ഇവഞ്ഞ എന്ത് വന്നാലും വാക്ക് പറഞ്ഞ വാക്കാണ്. തീർച്ചയായിട്ടും ചേച്ചി വാക്ക് തന്നിരിക്കാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഷൈജു എന്റെ അടുത്ത് ചോദിക്കട്ടെ, 25 വർഷമായി അല്ലെ, ഈ ആശ ചേച്ചിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? എത്രത്തോളം ആശ ചേച്ചിനെ അറിയാം? ഒന്ന് പറഞ്ഞേ. കുടുങ്ങി. ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 25 വർഷമായിട്ട് അങ്ങനെ ഞാനൊരു സംഗതി ആലോചിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? സത്യമായിട്ട് പറഞ്ഞ ശരിയാണല്ലോ, ഗംഭീര ചോദ്യമാണല്ലോ. ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല ശരിക്കും ഇവളുടെ ഇഷ്ടങ്ങൾ എന്താ. അല്ല, എനിക്കറിയാലോ. കാരണം ആശ എന്നുള്ള ഒരാൾ അപ്പുറത്തുണ്ട് എന്നുള്ളതിനപ്പുറം അത് എന്റെ ഭാര്യയാണെന്നുള്ള പ്രിവിലേജ് അല്ല, അത് ആശയാണ്. ഞാൻ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്. ഇതൊന്നും ഇവർ ചിന്തിച്ചിട്ടില്ല. അത് സത്യമാണ്. അപ്പൊ ചേച്ചിക്ക് അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുമല്ലോ, ചില സമയം നമ്മളത് ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് ഇടും, പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പെയിൻഫുൾ അല്ലേ? പിന്നെ ചില സമയത്തല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യൂ, ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കൂല. നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഡിവോഴ്സ് ചെയ്യണമെന്നും നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എപ്പോഴും പറയും. അല്ല, അറിയാം, ആ കുട്ടികളോടും പറയാറുണ്ട്. പക്ഷെ ഞാൻ മക്കളോട് അത് പറയുമ്പോഴും പറയാറുണ്ട്, ഞാനും നിങ്ങളുടെ പപ്പയും സെപ്പറേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ പപ്പയുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ. ബിക്കോസ് അയാൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യില്ല. കാരണം ഞാൻ സർവൈവ് ചെയ്യും. അതിന് എനിക്ക് കോൺഫിഡൻ്റ് ഉള്ള കാര്യമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്ക് നിലനിൽക്കും, ഇതെല്ലാം. പക്ഷെ ഇദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെ വീട്ടില് ഞാൻ അടച്ചാലേ കറണ്ട് ബില്ല് ശരിയാവുള്ളൂ, ഞാൻ ഓഫ് ചെയ്താലേ സ്വിച്ച് ഓഫ് ആവുള്ളൂ. ഇങ്ങനെ കുറേ ചിന്തകളുണ്ട് അദ്ദേഹം ചെയ്താലേ ശരിയാവൂ എന്ന് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും എന്തായാലും അത് ക്രോസ് ചെക്ക് ചെയ്യും. പിന്നെ ഞാൻ എന്തിനാ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന? അങ്ങനെ എൻ്റെതായ ഒരു സ്പേസ് ഞാൻ ഇപ്പുറത്ത് കണ്ടെത്തുന്നു. വീട്ടിലെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ നല്ല അന്തസ്സായിട്ട് കരയാറുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. ആ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ ഭയങ്കര അവെയറാണ്. അവർക്കറിയാം എൻ്റെ ശബ്ദം ഒന്ന് മാറിയാൽ ഉടനെ ചോദിക്കും ആശയും പപ്പയും വഴക്കിട്ടോ. കാരണം എന്നെ ആശയ്ക്ക് ഒരു വള്ളിയിട്ട് ആശിന്നാ വിളിക്കുന്നത്. ആശയും പപ്പയും വഴക്കിട്ടോ, എന്താ പ്രശ്നം? ഞാൻ അവരോട് പറഞ്ഞതാവും. അതിനപ്പുറത്ത് പുറത്തുള്ള ഒരാളോട്, ഇപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മായയുണ്ട്. അവള് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ ഫ്രീക്വന്റ്ലി വരുന്ന ഒരാള്. ഒരു പക്ഷേ എന്നെയും ഷൈജുവിനെയും കൃത്യമായി ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞേക്കണത് മായ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇതൊന്നുമില്ലാതെ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ.
റിയൽ ആയിട്ടുള്ളത് മായ എന്ന് പറയുന്ന ചേച്ചിക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു പരിധി മുഴുവനെന്ന് പറയില്ല, ഒരു 50% തിരിച്ച എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫീലിങ്സ് ഉണ്ട് എന്ന് തിരിച്ചറിയണ്ടെങ്കിൽ അവള് മാത്രമേ ഉണ്ടാവുള്ളൂ. ചേച്ചി അപ്പൊ ഇത്തരത്തിൽ മനസ്സ് വിഷമിച്ച സമയത്തൊക്കെ ഒരു പനിഷ്മെന്റ് കൊടുക്കണം ഇദ്ദേഹത്തിന് എന്ന് വിചാരിക്കില്ലേ? എന്ത് പനിഷ്മെന്റ് അത്? ഞാനില്ലാതെ എങ്ങനെ ജീവിക്കണം? എങ്ങനെ ജീവിക്കും? പറ്റൂല. അപ്പൊ എന്താ കൂടെ പോവോ? അല്ല ഇത് ഞാൻ എന്ത് കാര്യത്തിന് നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു സുനാമി വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും, കൂലങ്കാതെ ഇരിക്കും. ഇനി ഭൂകമ്പം വരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. തീമഴ പെയ്യുന്നു, അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, അതിലൊന്നും ചിലപ്പോൾ ഞാൻ കുലുങ്ങിയെന്ന് വരില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ എന്നെ ഇളക്കാം എന്ന് കരുതുന്ന വലിയ സംഭവങ്ങളിൽ ഇളകാതിരിക്കുകയും എന്നാൽ വളരെ സില്ലി ആയിട്ടുള്ള ഒരു സംഗതി ഇവിടെ 2-3 പേപ്പർ വേർഷൻ ഉണ്ടല്ലോ, അത് മതി ചിലപ്പോൾ ഇളകാനോ അലമ്പാക്കാനോ. അപ്പം അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എവിടെയോ ഒരു വ്യത്യസ്തമായ സ്വഭാവ വൈചിത്ര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, വൈചിത്ര്യം എന്ന് വിശേഷിപ്പിച്ചാൽ. അപ്പം ഈ ഒരു സംഗതി ഈ പറയുന്ന പോലെ ഇതിനൊക്കെയുള്ള ഉത്തരം എന്ന് വെച്ചാൽ ഇത് കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. എപ്പോഴും കേൾക്കാറുള്ളൊരു ഭീഷണിയാണ് മുന്നണി വിടും, മന്ത്രിസഭ വീഴും എന്നുള്ളത് ഏറ്റവും വലിയ ഭീഷണിയാണ്. പക്ഷെ അവിടെയൊക്കെ വളരെ നിർണായകമായ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലെ 2 മെമ്പർമാരാണ് ഞങ്ങളുടെ 2 മക്കൾ. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തില്ലെങ്കിലും വിദേശത്താണെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്ന ഒരു ഫാമിലി ഈ 2025-ലും ഒരുപക്ഷെ ഷൈജുവിൻ്റെയും ആശയുടെയും ഫാമിലി ആകാം. എത്ര ഫാമിലി ഉണ്ടെന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. അതായത് എൻ്റെ മൂത്ത മകന് 25 വയസ്സാകുന്നു, എൻ്റെ ഇളയ മകന് 22 വയസ്സാകും. നേരത്തെ ഏത് ക്ലാസ്സിലാണ് ചോദിച്ചതെന്നുള്ളതിന് ഉത്തരം ഇപ്പൊ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഈ പ്രായത്തിലുള്ള മക്കൾ 2 ആൺമക്കൾ, ഈ പ്രായത്തിലുള്ള 2 ആൺമക്കളുമായി നിരന്തരം എന്ന് പറഞ്ഞാൽ പോരാ, ഏതാണ്ട് എല്ലാ സമയത്തും രാവിലെ ഉച്ചയ്ക്ക് രാത്രി നിരന്തരം വീഡിയോ കോളിൽ മീറ്റിംഗ് കൂടുകയും ഇനി വീഡിയോ കോളിൽ വന്നില്ലെങ്കിലും ഓഡിയോ കേൾക്കുന്നുണ്ടാവും. ഈ ഒരു നമ്മുടെ കോർപ്പറേറ്റ് മീറ്റിംഗ്സ് ഒക്കെ പോലെയാണ് ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ മീറ്റിംഗ് ഉണ്ട്, അപ്ഡേഷൻ ആരൊക്കെ എവിടെ എന്തൊക്കെ ചെയ്തു. ഈ ഒരു കണക്ഷൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ മുന്നണി തകരാതെ മുന്നോട്ട് പോകുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവസാനത്തെ രാത്രി പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിൽ തീരുമാനിക്കും നമ്മൾ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെ വെടി നിർത്താൻ തീരുമാനിക്കും. അങ്ങനെയല്ല, എന്ത് പറഞ്ഞിട്ട് അവസാനം മക്കൾ പറയേ ആശയ്ക്ക് അറിയില്ലേ പപ്പയുടെ സ്വഭാവം അതാണ്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കും, അല്ല ഈ പപ്പയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്റെ സ്വഭാവം. അപ്പൊ പറയും സാരില്ല ആശി, നമ്മുടെ പപ്പയല്ലേ. ആ ഒരു ഓക്കെ, നമുക്കൊരു സാധനം വേണ്ടാന്നൊക്കെ എളുപ്പം, സത്യം, ഉപേക്ഷിക്കാൻ എളുപ്പം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഞാനിവിടെ ഉപേക്ഷിച്ച് പോകുമ്പോ അപ്പുറത്ത് 3 പേരുണ്ട്. ആ ഒരു 3 പേര് ഞാൻ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ സാക്രിഫൈസിനൊക്കെ എപ്പോഴും തയ്യാറാവുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ശരിയല്ല എന്നൊക്കെ തന്നെ പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും, നിങ്ങൾക്കൊരു ലൈഫ് പാർട്ട്ണർ ഉണ്ടായാൽ ഞാൻ അവരുടെ സൈഡിൽ മാത്രമേ നിൽക്കുള്ളൂ, നിങ്ങളുടെ സൈഡിലേ നിൽക്കില്ല. റൊമാൻറ്റിക് ആണോ അദ്ദേഹം? അല്ല, പറഞ്ഞു. ഞാനും തന്നെ നേരത്തെ പറഞ്ഞു റൊമാൻസ് ചെയ്യാൻ പറഞ്ഞു, അവിടെ എനിക്ക് കമന്ററി വരുള്ളൂ. അപ്പൊ അതെങ്ങനെയായിരുന്നു ചേച്ചി? ഐ മീൻ നിങ്ങള് പരസ്പരം നന്നായിട്ട് പരിചയമുള്ള ആൾക്കാരായിരുന്നു ആ സമയത്ത്. പക്ഷെ അദ്ദേഹം ജേർണലിസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ കമന്ററി ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷെ അല്ല, പക്ഷെ എന്നാൽ ഇതുപോലെ ഈ സംസാരിക്കുന്ന ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നിരിക്കുമല്ലോ. അപ്പൊ പ്രണയിക്കുന്ന സമയങ്ങളിലും പ്രണയം പറഞ്ഞ സമയത്തും ഒക്കെ ഇദ്ദേഹത്തിന്റെ എങ്ങനെയായിരുന്നു അത് പ്രകടിപ്പിച്ചിരുന്നത്? അങ്ങനെ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞിട്ടില്ല. സത്യമാണ്. ഈ 25 വർഷവും പറഞ്ഞിട്ടില്ല, അതിനു മുമ്പും പറഞ്ഞിട്ടില്ല. പക്ഷെ എവിടെയോ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായി സിങ്കായി ജെല്ലാവുന്ന 2 വ്യക്തികളായിരുന്നു. ഞാൻ നന്നായി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളും ഞാനും നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നന്നായി സംസാരിക്കും. ആ ഒരു ഇതിൽ മാത്രമായിരിക്കും പോയേക്കണം. അതിൽ റൊമാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 0.1% പോലും റൊമാൻസ് ഇല്ലാത്ത ഒരു നല്ല ഫാമിലിയാണ് ഞങ്ങളുടെ എന്ന് പറയും. അതിന്റെ അർത്ഥം ഇഷ്ടമില്ല എന്നുള്ള, ഇഷ്ടവും റൊമാൻസിന്റെ രണ്ടാണ്. പക്ഷെ ഇഷ്ടമുണ്ട്, അത്രമേൽ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കാരണം മനസ്സിലാക്കുന്നുണ്ട്. അതെ, ഷൈജു എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയും. നേരത്തെ ചോദിച്ച പോലെ അയാൾക്ക് പുട്ടും കടലയാണ് ഇഷ്ടമെന്നും, അല്ലെങ്കിൽ പുട്ടും പരിപ്പുമാണ് ഇഷ്ടമെന്നും, കഞ്ഞിയാണ് ഇഷ്ടമെന്നും, ബിരിയാണിയാണ് ഇഷ്ടമെന്നും, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ അയാൾ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാം. പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചറിയുമെന്ന് വെച്ചാൽ അറിയില്ല. എന്താണ് ആശിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞോട് പറഞ്ഞു, ഇത്രയും വിശദമായിട്ട് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച ആ ചോദ്യം എന്നോട് കൂടെ ചോദിക്കുക, എന്താണ് റൊമാൻസ്? ഒന്നുമില്ല, ഒറ്റ വാക്കിൽ അതിന് വേണ്ടി എടുത്തു ഉത്തരം.
വിനാശകാലെ വിപരീത ബുദ്ധി. എനിക്ക് അല്ല, ആർക്ക് വേണമെങ്കിൽ വിധി ആരുടെയും ആകാം. അതെ. വിധി എന്ന വാക്ക്, ഈ വിധി എന്ന് നമ്മൾ 3 പേരിരുന്ന് പറയുമ്പോ രമ്യയുടെ വിധിയാകാം, എന്റെ വിധിയാകാം, ഇത് ആശയുടെ വിധിയാകാം. അപ്പൊ വിധി എന്ന വാക്കിന് ചുമ്മാ അങ്ങനെ നമ്മൾ പറയുമ്പോ എങ്ങനെയാണ് അതിന് വ്യാഖ്യാനിക്കുന്നത്, എവിടെയാണ് അത് പോയി കൊള്ളുന്നത്? അപ്പൊ വിധി. ചേച്ചി എന്താ പറയാൻ പോന്നു? വിധി എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ വിധി എന്നുള്ള ഇതല്ല. കാരണം ഇദ്ദേഹത്തെ പറയുന്നതിനെ ഞാൻ എപ്പോഴും വ്യാഖ്യാനിക്കുക എങ്ങനെയാന്ന്. നമ്മൾ പറയൂലേ, ഒരാൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് കാണുന്നവനാണ് അത് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെയാണ്. ഷൈജു എന്തൊക്കെയോ പറയുന്നു, അതിനെ ഞാൻ എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ലൈഫിന്റെ സക്സസ് സ്റ്റോറി ഇതുവരെ ഉള്ളത്. ചേച്ചിക്ക് താല്പര്യമുണ്ടോ ചേട്ടന്റെ വായിൽ നിന്നും ഐ ലവ് യു എന്ന് കേൾക്കാൻ? ആ ഒരു ഫീലില് അത്രയും ഇതായിട്ട് പറയാൻ ഷൈജുവിന് ഇത്തവണ കഴിയില്ല. കുഞ്ഞെ ഷൈജേട്ടാ എനിക്ക് നോക്കിക്കേ, നോക്കാലോ. എന്റെ മുമ്പില് ഒരു പക്ഷേ ഷൈജു എന്ന് പറയുന്ന വ്യക്തിനെ ഏറ്റവും നന്നായി അറിയുന്ന അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാവും എന്റെ മുമ്പിലായിരിക്കാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും എന്റെ മുമ്പിലായിരിക്കാം. അതുകൊണ്ട് എനിക്കറിയാം, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ഷൈജേട്ടന് നിറയെ ഫാൻസ്, ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ പറയും, കൊണ്ടോട്ടെ, പ്രശ്നമില്ല, തിരിച്ചു കൊണ്ടുവരരുത്. കാരണം നമ്മളൊരു വ്യക്തിനെ പഠിക്കാന്നുള്ളതുണ്ടല്ലോ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രൊഫഷൻ നമ്മൾ പറയില്ലേ, അത് മാത്രമാണ് അവിടെ ഒരു ഇതുള്ളത്. ബാക്കിയെല്ലാം സൈഡിൽ കൂടെ നമ്മൾ സപ്ലിമെന്റ് ചെയ്തു പോകുന്ന കുറെ ഫില്ലേഴ്സ് മാത്രമാണ്. അതിന്റെ അപ്പുറം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഐ ലവ് യു ഞാൻ പ്രതീക്ഷിക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ, അതായത് നിങ്ങൾക്ക് എന്നിൽ നിന്നും നവരസങ്ങളിൽ രൗദ്രം, ബീഭത്സം, അല്ലെങ്കിൽ അത്ഭുതം, ആശ്ചര്യം, കരുണം, അല്ലെങ്കിൽ സങ്കടത്തെ ധ്വനിപ്പിക്കുന്നത് എല്ലാം വരും. പക്ഷെ ശൃംഗാരം മാത്രം എനിക്ക് ഒരിക്കലും, നേരത്തെ പറഞ്ഞതുപോലെ ശൃംഗാരം വരില്ല എന്ന് മാത്രമല്ല, അത് എത്ര ചെയ്താൽ ആർട്ടിഫിഷ്യലി പോലും എനിക്ക് ശൃംഗാരം വരില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ശൃംഗാരം ആർട്ടിഫിഷ്യലി പോലും വരാതെ ഞങ്ങൾ ശൃംഗരിക്കുകയും ജീവിതത്തിൽ 25 വർഷം മുമ്പ് ശൃംഗരിച്ച് തുടങ്ങുകയും 25 വർഷത്തിന് ഇപ്പുറവും ശൃംഗാരം തുടരുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. രണ്ടുപേരും ശരിക്കും ബ്യൂട്ടിഫുൾ. എന്നാലും ഈ ഇണക്കവും പിടക്കവും ഒക്കെ വരുമ്പം ആരാ അപ്പൊ ചേട്ടന്റെ മുൻഷുണ്ട് ഇപ്പൊ പറഞ്ഞു, അങ്ങനെയൊക്കെ വരുമ്പോഴും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് കോംപ്രമൈസ് ചെയ്യണത് ആരായിരിക്കും? ചേട്ടൻ തന്നെയാണ്. കാരണം ചേട്ടൻ അറിയാം, അത്രയും അൻപ് മുറിയെ എന്നെ പറഞ്ഞ അങ്ങനെ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ എൻ്റെ അടുത്ത് എന്നെ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കലൊന്നുമില്ല. അത് വഴക്കിട്ട് ആ വഴിക്ക് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ പറയൂലേ, നമ്മൾ രണ്ടുപേരും വഴക്കിട്ട് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ ഒരു ബെഡിൽ കിടക്കുമ്പോൾ അയ്യോ ആശി സോറി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പുറത്ത് വന്ന് കിടന്ന് നീ ഉറങ്ങിയിട്ടില്ലേ, അപ്പൊ അറിയാം എനിക്ക്, എന്നിട്ട് സുഖമായി തിരിഞ്ഞു കിടന്ന് ഉറങ്ങും. അതിനകത്ത് ക്ഷമ ഈ ഒരു പ്രശ്നം തർക്കം ഉണ്ടായതിനു ശേഷം ആ തർക്കം പരിഹരിക്കാൻ ഒരു സോറി പറയുന്ന ആളേക്കാൾ കൂടുതൽ ആ ക്ഷമ കൊടുക്കുന്ന ആൾക്കാണ് അവിടെ ഞാനൊരു സീൻ എഴുതിയാൽ, തിരക്കഥ എഴുതിയാൽ ആ ക്യാരക്ടർ വൈസ് അവിടെ കുറച്ച് ഒരു സ്ട്രെങ്ത് വരുന്നത്, സ്ട്രോങ് ആക്കുന്നത് ക്ഷമ കൊടുക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്ന് പറയുന്ന പോലെ തർക്കം ഉണ്ടാക്കാനും പ്രശ്നം സൃഷ്ടിക്കാനും ക്ഷമ ചോദിക്കാനും എല്ലാവരും കൊണ്ടും പറ്റും. ഇത് ഉൾക്കൊള്ളാനും ഇതാ പോട്ടെ ക്ഷമിച്ചേക്കാം എന്ന് പറയുന്ന ആൾക്കാണ് അവിടെ കുറച്ച് കനമുള്ള ബലമുള്ള ഒരു നല്ലൊരു മനസ്സിനും. അപ്പം അതെന്റെ ഈ പറയുന്ന എൻ്റെ അടുത്ത ഭാഗത്തിരിക്കുന്ന എൻ്റെ ഭാര്യയാണ്. ഓരോ തവണയും ക്ഷമ ചോദിക്കുന്ന ഞാനാണെങ്കിലും ക്ഷമ തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സുകൊണ്ടാണ് ഈ മുന്നണി മുന്നോട്ട് പോകുന്നത്. കുട്ടിക്ക് കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് ധാരണയുണ്ട്. കുട്ടിക്ക് അതിലും കോൺഫിഡൻസ് ഉള്ള കാര്യം എന്താ അറിയോ, ഇതിങ്ങനെ ഒരു പില്ലറായിട്ട് അവിടെ നിൽക്കുക, എങ്ങോട്ടും പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും കുട്ടിക്ക് ഉണ്ട്. അതാണ് കുട്ടി ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കാണ്. ചേച്ചി എവിടെ അങ്ങനെ വിടൂലേ? ഞാൻ എവിടെയും പോകുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചേച്ചി എന്നെ വിടൂല എന്നാണോ, ചേച്ചി എന്നെ വിടൂലെന്നല്ലേ ചോദിച്ചു? ഞാൻ എവിടെ പോകുന്നതിലൊന്നും പ്രശ്നമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ടേബിളിൽ കാപ്പി വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു 2 മാസം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ മക്കളുടെ മോന്റെ കോൺവെക്കേഷന് പോണ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ ഷൈജുവിന് കമന്ററി തിരക്കായിരുന്നു. അപ്പൊ പറഞ്ഞു ഓക്കെ ഞാൻ മാത്രം വരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മക്കള് രണ്ടുപേരും പറഞ്ഞ പോലെ ആശിക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ആശി വരാൻ തീരുമാനിച്ചത്. കാരണം അതില്ല, അതിങ്ങനെ നമ്മളിങ്ങനെ
നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയാലും പുറകെ ഇങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടേയിരിക്കും. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ 25 എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോ വളരെ കുറച്ച് റെയർ ഇൻസിഡന്റ്, ഒരു 3-4 ദിവസമേ ഈ 25 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അത് ചിലപ്പോ അങ്ങേരെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം. കാരണം എന്താ, അങ്ങേര് തിരക്കാണ്, കമന്ററി ആണ്, അല്ലെങ്കിൽ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കളി കാണാനുണ്ടാവും, അപ്പൊ ഓക്കെ. പക്ഷെ നേരത്തെ പറഞ്ഞ ഈ നീഡ്സ് വരുമല്ലോ, നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്റെ കാപ്പി, എന്റെ ഫുഡ്, എന്റെ എന്റെ ഷർട്ടിന്റെ കൈ മടക്കൽ, ഇതൊക്കെ വരുമ്പോ ഞാൻ വേണം മിസ് ചെയ്യോ അപ്പൊ അവിടെ പൊന്നു മോനെ. അല്ല, ബാഗ് പാക്ക് ചെയ്യുമ്പോ പോലും ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് വെച്ച ബാഗ് അവിടെ ചെന്നിട്ട് വിളിക്കും, ആശി എന്റെ ഷർട്ട് എവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇത് ഞാൻ പറയുകയും ചെയ്യും, അല്ല ഈ പണിക്ക് നിൽക്കാനാണെങ്കിൽ ഞാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ. ഏട്ടൊക്കെ പിന്നെ ഉണ്ട്, ചെറിയ സാധനമൊക്കെ ചോദിക്കും, എന്റെ ബ്രഷും പേസ്റ്റോടെ. അതൊക്കെ അത് അപ്പൊ ഞാൻ അതിന്റെ പേരിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് യാത്ര പോകുന്നത് ഞാൻ, ആവശ്യം എന്റെ, എല്ലാം എന്റെ, എന്റെ പെട്ടി, എന്റെ സാധനങ്ങൾ, ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടത് എന്റെ ഭാര്യ. ഈ പെട്ടി എടുത്ത് മാത്രം ഞാൻ പോകുന്നു. അവിടെ പോയി ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഹോട്ടലിൽ പോയി തുറക്കുന്നു, ആദ്യത്തെ കോള്, എന്റെ ഇന്ന സാധനം എവിടെ, ബ്രഷും പേസ്റ്റോടെ, നീ ഇതെവിടെ വെച്ചത്, ചീത്ത. അതില് ഒരു ബേസിക് റീസൺ എന്താണെന്നറിയോ, ഞാൻ ചീത്താക്കിയതാണ്. അതെനിക്ക് ആ തിരിച്ചറിവ് എനിക്കുണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്ന കുറെ ബാല്യമുണ്ട് നമ്മുടെ. ആ ബാല്യത്തിൽ ഞാൻ എൻജോയ് ചെയ്ത ബാല്യം അദ്ദേഹം എൻജോയ് ചെയ്തിട്ടില്ല. കാരണം അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുഡ് മാത്രമല്ലല്ലോ നമ്മുടെ ബാല്യത്തിൻ്റെ ഹാപ്പിനെസ്. അപ്പോ എന്താ പറയുക, നമ്മൾ ചേർത്ത് പിടിക്കൽ, അല്ലെങ്കിൽ ഒരു കെയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവിടെ ഞാൻ ഷൈജു ഏറ്റവും കൂടുതൽ എന്നിൽ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അമ്മേനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹോദരീനായിരിക്കാം, കൂട്ടുകാരീനായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഷൈജു എന്നിലെ ഭാര്യനെ തിരയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം, ഇതൊന്നും ഇല്ലാണ്ട് വന്ന ഒരു വ്യക്തി ഞാൻ അനുഭവിച്ചതും അദ്ദേഹത്തിന് കിട്ടാതെ പോയതുമായ ഒരു ബാല്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഏറ്റവും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ വിചാരിക്കും, ഓക്കെ പോട്ടെ. അത് അല്ല, ഒരു 10-15 വർഷം കൂടി കഴിയുമ്പോ ഈ തിരച്ചിലിനൊടുവിൽ ഞാൻ എന്റെ ഭാര്യയെ കണ്ടെത്തുമായിരിക്കും. അല്ല, അത് കണ്ടെത്തിയാലല്ലേ. അല്ല, അത് ഭയങ്കര ഒരു കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും, അങ്ങനെ ഒരു ബാല്യം കടന്നു വന്നിട്ട് ഇവിടെ. അപ്പൊ ആ ബാല്യത്തിൽ നമ്മൾ ഈ ചേർത്ത് പിടിക്കൽ, നമ്മൾ സ്നേഹം കൊടുത്തു വാങ്ങൽ, ഇതെല്ലാം നമ്മൾ ബാല്യത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ. അത് അനുഭവിച്ചാൽ മാത്രമേ നമ്മൾ വലുതാവുമ്പോഴും ഇതെല്ലാം പങ്കുവെക്കണം എന്നുള്ളൊരു ചിന്ത വരുള്ളൂ. ആ ചിന്ത ഇല്ലാണ്ട് വളർന്നു വരുന്ന ഒരാള് പിൽക്കാലത്ത് നമ്മൾ അവരിൽ നിന്ന് അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ കുളത്തിലേക്ക് എടുത്ത് ചാടാൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ സർവൈവ് ചെയ്യണോ വേണ്ടെന്നുള്ളത് എന്റെ തീരുമാനം. ആ ഒരു ഇതാണ്. ചേച്ചി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചേട്ടനെ മനസ്സിലാക്കിയിരിക്കുന്നത് നോക്കിക്കേ. ഓരോന്നും പറയുന്ന കേൾക്കുമ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇതാകുന്നുണ്ട്. ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, മിസ്സിസ് ആശ ഷൈജു, ചേച്ചിയുടെ ഒരു ദിവസം അതെങ്ങനെയാണ്? നോർമൽ ആയിട്ടുള്ള ഒരു ദിവസം എത്രത്തോളം ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. ചേച്ചിയുടെ ഇഷ്ടങ്ങളോ അറിയില്ല, അനിഷ്ടങ്ങളോ അറിയില്ല, ചേച്ചിയുടെ ഒരു ദിവസമെങ്കിലും എങ്ങനെയാണ് ആശ ചേച്ചിയെ കൊണ്ടുപോണേന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? പെട്ടുപോയി. പെട്ടു മോനെ, വീണ്ടും പെടുകയാണല്ലോ. കാരണം ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് സംഗതി. ഇതൊന്ന് ഇവരുടെ ദിവസം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിച്ച് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നൊന്നും വാസ്തവത്തിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത്. ഒരുപക്ഷെ ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടന് കാപ്പി കൊണ്ടും തരുന്ന ഒരു ആശ, ചേട്ടന്റെ ഷർട്ടുകൾ മടക്കി വെക്കുന്ന ഒരു ആശ, ആ ഒരു ആശയിലൂടെ മാത്രമേ പറയാൻ അറിയണ്ടാവുള്ളൂ. അല്ലെ, ഇപ്പൊ കമന്ററി പറയുമ്പോ അതിലും കോംപ്ലിമെന്റ് ചെയ്യും. കാരണം കമന്ററി ISL തുടങ്ങുന്നതിന് മുമ്പ് റിസർച്ച് നടത്തുന്നതും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഏത് സാഹചര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജനീകാന്ത് സിനിമയിലെ ചിട്ടി റോബോട്ടിന്റെ കഥ പറഞ്ഞ പോലെ എന്ത് സാധനങ്ങൾക്കും അവൈലബിൾ ആണ്. ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ, ജോലി രാജിവെക്കണോ വേണ്ടെന്ന് ചോദിക്കണമെങ്കിൽ. അപ്പൊ ഇതെല്ലാം എന്നോട് ചോദിച്ചാൽ ചില ഘട്ടങ്ങളിൽ അവരതൊരു മുൻകൂർ ജാമ്യം എടുക്കൽ കൂടെയാണ്. കാരണം അത് ശരിയായില്ലെങ്കിൽ ഞാനാണ് അതിന് ഉത്തരവാദി. കാരണം നീയല്ലേ അത് പറഞ്ഞത്, നീയാണല്ലോ അത് ചെയ്തത്. അങ്ങനെ എല്ലാം അത് ഇവർക്ക് 3 പേർക്കുണ്ട്, അച്ഛനും മക്കൾക്കുള്ള ഒരു സാധനം. കേട്ടിട്ടില്ലേ നമ്മള്, ഇട് കൊടുക്കേ ചോറും കറിയും, ഇട് കൊടുക്കേ എന്റെ ബാഗ്, ഇട് കൊടുക്കേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊടുക്കേ എന്ത് ചെയ്യുന്നു,
കറക്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ? അല്ല, ആ തിരിച്ചറിവ് അപ്പുറത്തുള്ള ആൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നെ ഇവിടെ നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത് ഇതെല്ലാം ആസ്വദിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കും, ഓക്കെ, ആദ്യത്തെ ഒരു 25 കൊല്ലം നഷ്ടപ്പെട്ടത് അടുത്ത 25 കൊല്ലം ഞാൻ കൊടുത്തു. ഞാൻ പറയാം 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് 50 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പൊ എന്തെങ്കിലും കുറച്ച് സമയം കണ്ടെത്തി കെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഏതാണ്ട് 2-2.5 ദശാബ്ദത്തെ ഏകാധിപത്യത്തിനൊടുവിൽ പല സാമ്രാജ്യങ്ങളും അടിയറ വെച്ച കാഴ്ച നമ്മൾ കണ്ടു. പല സാമ്രാജ്യങ്ങളും നിലംപൊത്തിയത് കണ്ടു. അതുകൊണ്ട് ഒരു മുല്ലപ്പൂ വിപ്ലവത്തിനെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി സ്നേഹത്തിന്റെ ഭാഷയാണെങ്കിൽ ഇനി പ്രണയത്തിന്റെ ഭാഷയാണെങ്കിൽ ആവശ്യം വന്നാൽ നമ്മുടെ ആവശ്യം വന്നാൽ അതും പഠിച്ചെടുക്കും. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്ത് ബിഗ് സീറോ ആണ്. എന്ത് ചോദിച്ചപ്പോഴും ആശേച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല. തിരിച്ച് ആശേച്ചിനെ എത്തി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഷൈജു ദാമോദരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു ദിവസം എങ്ങനെയാണ്? വീട്ടിലുണ്ടെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ ആങ്ങി തൂങ്ങി വന്ന് കുറച്ചു നേരം ഇരുന്ന് അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. അതിനുശേഷമാണ് ഫോൺ ഓൺ ചെയ്യുന്നത്. ഫോൺ ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങുക? അത് വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ഫോൺ ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങുക. ഞാനിങ്ങനെ ഇദ്ദേഹം എഴുന്നേറ്റ് ഞാൻ അയക്കുന്ന മെസ്സേജിന് ഡബിൾ ടിക്ക് വരുന്നതാണ് ഞാൻ തിരിച്ചറിയുന്നത് അവിടെ എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ അതിന് മുമ്പ് വീട്ടിലോ നാട്ടിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയില്ല. അതറിയാൻ താല്പര്യമില്ല. അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് എൻ്റെ വീട്ടിലായാലും ഷൈജുവിന്റെ വീട്ടിലായാലും നാട്ടിലായാലും അതൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെന്റേ അല്ല, എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ അങ്ങനെ ആങ്ങി തൂങ്ങിയിരുന്ന് കുറേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 ചായ ചൂടാക്കലുകളൊക്കെ കഴിയുമ്പോഴേക്കും ഭക്ഷണം ചോദിക്കും. ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ട്, പരിപ്പ്, ഉപ്പുമാവ്, പപ്പടം, അതൊക്കെയാണ് പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ. ഇതൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ്. ഇരുന്ന് കഴിക്കാനിരുന്നിട്ട് വായിൽ വെച്ചിട്ട് പറയും ഇതിന് ഉപ്പ് പോരാ, എരിവ് ഭയങ്കര സ്പൈസിയാണ്. സ്പൈസി എന്ന് പറഞ്ഞാൽ അത്രയും സ്പൈസി ഫുഡൊന്നും, ഇതെല്ലാം കൂടാണ്ട് ചിലപ്പോൾ ഒരു മുളകൊക്കെ ചോദിക്കും. അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഒന്നും ചെയ്യാനില്ലെങ്കിൽ വീണ്ടും ഓഫീസ് റൂമിൽ പോയിരുന്ന അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പോവാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ആശു ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ, ആശി ഇതൊന്ന് ചൂടാക്കി തരുമോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും. ക്രിക്കറ്റോ ഫുട്ബോളോ ഉണ്ടെങ്കിൽ അത് കണ്ടിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം അങ്ങനെ കംഫർട്ട് സോണിൽ, അല്ലെങ്കിൽ ആ ഷൈജു എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പോർട്സ് ആണല്ലോ ജീവിതം, അതിലങ്ങനെ പോകും. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ അവിടെ ഫ്രീ ആവുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ കോളിൽ ഉണ്ടാവും. ആ സമയത്ത് ഇദ്ദേഹം ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ കോളിൽ വന്ന് ജോയിൻ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറയും. ഇൻ ബിറ്റ്വീൻ 12 മണിയാകുമ്പോൾ പറയും 1 മണിക്ക് ഒരു 3 പേര് ഭക്ഷണം കഴിക്കാൻ വരും, അവർക്ക് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ കാര്യങ്ങൾ നടത്തി വളരെ എന്താ പറയണ ആസ്വദിച്ച് ജീവിതം ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ്. കാര്യങ്ങളെല്ലാം വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ചേച്ചിയുടെ ഇത്രയും ലൈഫിൽ ഇപ്പോഴും ചേച്ചി മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മുമ്പ് കുടത്തിൽ വന്ന ഒരു ഇതത്തെ പോലെ വരികയാണെങ്കിൽ ഷൈജു ചേട്ടനിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാറ്റാം ഒരു സംഭവം വരുവാണെങ്കിൽ ചേച്ചി വിഷ് ചെയ്യണത് എന്തായിരിക്കും? എല്ലാവരോടും മറ്റുള്ളവരുടെ മാനസിക അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാതെ ചൂടാവുക എന്നുള്ളൊരു സ്വഭാവം അത് ആദ്യം. കാരണം അത് ഷൈജു എന്നുള്ള ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് പോലും അത് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മൾ അനാവശ്യമായിട്ട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ ചിരിച്ച് അങ്ങ് പോയി നാളെയും ഞാനും രമ്യയും കാണുമ്പോൾ അത് ആശ്ചേച്ചിയാണല്ലോ, അത് രമ്യാണല്ലോ, അങ്ങനെ പറഞ്ഞു വെച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് അങ്ങനെയൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാവണമെന്ന് ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ ഇതെല്ലാം ഒരു നിയോഗമാണ്. അതായത് നമ്മുടെ ഈ സംഭാഷണം ഇപ്പോൾ നടക്കുന്നത് 2025 ഡിസംബർ 29-ാം തീയതി തിങ്കളാഴ്ച. ഈ വർഷം അവസാനിക്കാൻ ഇന്നത്തേതുൾപ്പെടെ 3 ദിവസം ഇനിയും ബാക്കിയാണ്. 2026 ജനുവരി 1 മുതൽ ചോദ്യത്തിലൂടെ രമ്യ ആഗ്രഹിച്ചതും കൃത്യമായ ഉത്തരത്തിലൂടെ എൻ്റെ ഭാര്യ പറഞ്ഞതുമായൊരു കാര്യം നടപ്പിലാക്കാൻ ഷൈജു ദാമോദരൻ പരിശ്രമിക്കും എന്ന് നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. അതായത് മനഃപൂർവ്വം ഇനി
വഴി കൂടി പോയ കേസ് അല്ലെങ്കിൽ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് നുള്ളി തോണ്ടി അതൊന്നുമല്ല. ജെന്യൂൻ എല്ലാ അർത്ഥത്തിലും പൊട്ടിത്തെറിക്കാനുള്ള സകല ചേരുവകളും ചേർന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും കൺട്രോൾ. അതായത് നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുമല്ലോ, ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ ബ്ലോക്ക് ആണെങ്കിൽ ആ മുമ്പിൽ പോണ വണ്ടിക്കാരനെ, ഓപ്പോസിറ്റ് പോണ വണ്ടിക്കാരനെ സൈഡിൽ കൂടെ ഓവർടേക്ക്, ഇവരെല്ലാരെയും നിന്ന് ചീത്ത വിളിക്കും. ഞാൻ എപ്പോഴും ചോദിക്കും, അവരത് കേൾക്കുന്ന പോലുമില്ല. ഇപ്പുറത്തിരുന്ന് കേൾക്കുന്ന എനിക്ക് ഞാനിത് എന്തിനു കേൾക്കണം? തന്നെത്താനെ എണീറ്റ് വരാൻ ലേറ്റ് ആയി, തന്നെത്താനെ ഒരു സ്ഥലത്ത് വരാൻ ലേറ്റ് ആയിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് ഒന്നും അറിയാത്ത പാവം പിടിച്ച് മുറ്റും ചുറ്റുമുള്ളവരെല്ലാം ചീത്തയും എല്ലാം നിർത്തുകയാണ്. 2026 ജനുവരി 1 മുതൽ ഒരു പുതിയ മനുഷ്യനായി രംഗപ്രവേശം. നമ്മള് ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ കൂട്ടിയാൽ മതി. അല്ല, 2 ദിവസം ഉണ്ടായാലും സന്തോഷം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഒരു പർപ്പസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു യൂട്യൂബ് ഷൂട്ടിന്റെ പേരിൽ പോലും, ഒരു കണ്ടന്റിന്റെ പേരിൽ പോലും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന് പോലും ഒരു നിയോഗവും കാരണവും. എന്തിനും ഒരു പർപ്പസ് വേണം. ഇന്നത്തെ നമ്മുടെ സംസാരത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഈ പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എന്നെ എത്തിക്കുകയും അത് ഞാൻ 2026 മുതൽ എന്നെ കൊണ്ടാവുന്ന പോലെ പരമാവധി ഇവൻ എന്ത് വന്നാലും നടപ്പിലാക്കുന്ന ഒന്നുമില്ലെങ്കിലും അതായത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയിട്ട് ഒരു 2 ആഴ്ച പോലും ആയിട്ടില്ല. ഇനി ഒന്നുമില്ലെങ്കിലും, എനിക്കിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശ്രീനിയേട്ടന്റെ അറബിക്കഥയിലെ കഥാപാത്രം ഓർമ്മ. ഇനി ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്തുണ്ടെങ്കിലും വാതിൽ അടച്ചിട്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കണ്ണാടി നോക്കി അങ്ങോട്ട് തിരിച്ച് വാതിൽ തുറന്ന്, രമ്യ ആശ എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ അല്ലേ ആശ? അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ഞാനിത് വിടൂല പോലെ ഞാനിത് ചോദിക്കും. നമ്മുടെ ക്യാമറയിൽ സംഭവം എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ചേച്ചി ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് അങ്ങോട്ട് അയച്ചു തരാം. എന്നിട്ട് നമുക്ക് ചോദിക്കണം. നമുക്ക് വീട്ടിലെ ടിവിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്തോണ്ടിരിക്കുക. മക്കൾക്കും ഇത് ഹൈലൈറ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക. അച്ഛന്റെ 2026 വലിയൊരു റെസൊല്യൂഷൻ. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്ത റെസൊല്യൂഷനും ആവാം. ആണോ? ഫസ്റ്റ് ടൈം. റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടി എന്നെ ഒരുപാട് പ്രേരിപ്പിക്കും ഓരോ ന്യൂ ഇയർ ഈവിലും. പക്ഷെ ഞാൻ തന്ത്രപരമായി നമുക്ക് അടുത്ത വർഷം നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് കമ്മിറ്റ് ചെയ്തല്ലേ. അതെ അതെ. അല്ല, ഞങ്ങള് രണ്ടുപേരും, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പിനെസ് ആണ് എൻ്റെ ലൈഫിന്റെ ഒരു മോട്ടോ എങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ടൈം ടേബിൾ, ഇങ്ങനെ സിസ്റ്റമാറ്റിക്. നമ്മൾ പറയില്ലേ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ് എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ തെക്കാണെങ്കിൽ അദ്ദേഹം വടക്ക് തന്നെയാണ്. ഒരു സംശയമില്ല. എവിടെയും വെച്ച് കൂട്ടി യോജിക്കപ്പെടാത്ത 2 സമാന്തര പാതകളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഈ ഇതിന്റെ ഇടയിലുള്ള ഈ റെയിലിന്റെ ഇടയിലുള്ള ഈ പാലങ്ങളുണ്ടല്ലോ, ഇത് നല്ല കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടും നമ്മൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ തിരിച്ചറിയുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും അതങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എത്ര നാള് പോകുന്നു. രമ്യ, ഞാനിത് നിങ്ങളിത് ചോദിച്ചത് കൊണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മുടെ ചർച്ചയെ എത്തിക്കണമല്ലോ എന്ന് കരുതി പറഞ്ഞൊന്നുമല്ല. എനിക്കറിയാം അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ സംഗതിയാണ് എൻ്റെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത്. അത് എൻ്റെ ഭാര്യ ചൂണ്ടിക്കാണിച്ചതിന് മുമ്പ് എനിക്ക് സ്വയം തിരിച്ചറിയാം ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ന്യൂനത. കാരണം അതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് സ്വാഭാവികമായും കിട്ടുമായിരുന്ന നേട്ടങ്ങൾ പോലും ഈ ഒരൊറ്റ ന്യൂനത കൊണ്ട് ഇല്ലാണ്ടായി പോയി. ഇതൊക്കെ എനിക്കറിയാം. എൻ്റെ ജീവിതത്തിലെ പഴയ താളുകൾ ഓരോന്നായി ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കിയാൽ അതൊക്കെ ഇപ്പം തെളിഞ്ഞെളിഞ്ഞ് വരും. എന്തുകൊണ്ട് ഇത് കിട്ടാതെ പോയി? ഇത് തന്നെ കാര്യം, വേറെ ഒന്നുമില്ല. അവിടെ പോയി അവരെ വെറുപ്പിച്ചു. അത് അവിടെ കറക്റ്റായിട്ട് പരിഗണിക്കപ്പെട്ട ആൾ എന്തുകൊണ്ട് ഇവിടെ പരിഗണിക്കപ്പെടാതെ പോയി? ഒന്നുമില്ല. അവിടെ പോയി എന്തോ ഒരു 2 സംസാരം അങ്ങനെ 1-2 പറഞ്ഞു മുടക്കി, അത് പോയി. എല്ലാ കാര്യങ്ങളിലും ഇത് ബീയിങ് സൈലന്റ്, അതായത് നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് മാത്രം വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരാളെ നോക്കി ചിരിക്കണ്ട, നിങ്ങൾ അവിടെ നോക്കി കമന്ററി പറയണ്ട, നിങ്ങൾ പ്രഭാഷണം നടത്തണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് അവിടെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി കുറച്ചു നേരം. എങ്കിൽ മാത്രം ഒരു എഫർട്ടും ഇല്ലാതെ ജസ്റ്റ് ബൈ കീപ്പിംഗ് സൈലന്റ് കിട്ടുമായിരുന്ന കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒടുവിൽ ആ മനുഷ്യനെ നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചു എന്ന് കരുതിയാൽ മതി. വാക്ക് പറഞ്ഞ വാക്കാണ്. തീർച്ചയായിട്ടും. ചേച്ചി വാക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രമ്യ ഒരു നിമിത്തമെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. കാരണം ഏത് തരത്തിലാണെങ്കിലും
നമ്മള് സെൽഫ് റിഫൈൻഡ് ആവേണ്ടത് ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. ശരിക്കും പ്രത്യേകിച്ച് ഷൈജുവിനെ പോലെ ഒരാള് എത്രയൊക്കെ നമ്മള് അനുകരിക്കണ്ട എന്ന് കുട്ടികളോട് പറയുമ്പോഴും അവരും അനുകരിക്കും. ഞാനെപ്പോഴും മക്കളോട് പറയും, നിങ്ങളുടെ ഉള്ളില് ഈ നേരത്തെ പറഞ്ഞ ജീനും DNA ഒക്കെ ഉണ്ട്, അതിനെ നമ്മൾ പോളിഷ് ചെയ്ത് അതാവാതിരിക്കേണ്ടത് കുറെയൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുത്താൽ മതി, ശരിയാവും. അപ്പൊ ശരിയാവും. അപ്പൊ 2026 ശരിയായോ ഇല്ലയോ എന്ന് നമുക്ക് വീണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് പോയിട്ട് നോക്കാം. രണ്ടുപേർക്കും വർഷങ്ങളോളം ഇനിയും ഇതേപോലെ ഇണങ്ങിയും പിണങ്ങിയും രസിച്ചും തമാശകൾ പറഞ്ഞും വഴക്കിട്ടും സൂപ്പറായിട്ട് മുന്നോട്ട് പോവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.